ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ കാപ്പി പുട്ടും പഴവുമായിരുന്നു. എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ പുട്ടും പഴവും. എനിക്ക് പുട്ടിൻ്റെ കൂടെ കറിയായിരുന്നാലും ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് ഈ പഴം വെച്ച് കഴിക്കാൻ ഇന്ന് ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അതിന് പോരാളിയിരുന്ന് നന്നായിട്ട് തെറിവിളി കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂച്ചക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അതിനും കുറച്ച് കേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനും കഴിച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വാവച്ചി വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ലൈം ജ്യൂസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. രാവിലെ കാപ്പിക്ക് നേരെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണമെല്ലാം ഞാൻ ഈ ചോറിൽ തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട കറികളായിരുന്നു. പൊരിച്ച മീനും രസവും കോവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ടേസ്റ്റ്! എനിക്ക് ആ രസം ഇപ്പോഴും ഓർക്കുമ്പോൾ വായിന്ന് വെള്ളം വരുവാണ്. അമ്മ അടിപൊളിയായിട്ട് രസം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ 2 പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ ഡേറ്റ്സ് ആണ് കഴിച്ചത്. ഒരു 3-4 ഡേറ്റ്സും കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് കഴിച്ചത്. ഈ കാണുന്ന ഈ പ്രസാദം, പിന്നെ ഈ പഴം വെച്ചിട്ടുള്ള എന്തൊരു പ്രസാദം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അമ്പലത്തിലെ പ്രസാദം എന്താണെന്നറിയില്ല, ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിച്ചു. പിന്നെ എനിക്ക് വേറെ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി വേറെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.